ഒരു നിസ്സാര വലിബന്ധമായിട്ട് ഇവരുടെ റിലേഷൻഷിപ്പിനെ നോക്കിക്കാണുന്ന ഒരാളല്ല ഞാൻ. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടലും പുച്ഛവും നേരിട്ട ഒരു സമയം ഉണ്ടായിരുന്നു ജിൻഡോയ്ക്ക്. ഇപ്പൊ കാണുന്ന പോലെ ആളുകളാൽ ചുറ്റപ്പെട്ട ഒരു ജിൻഡോ അല്ലായിരുന്നു 2-3 ആഴ്ച മുമ്പത്തെ ജിൻഡോ. ശരിയാണ്, ആ മനുഷ്യന് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട്. മനുഷ്യരാണ്, എല്ലാവർക്കും കുറ്റവും കുറവുകളും എല്ലാം ഉണ്ട്. ആ സമയത്ത് മെജോറിറ്റീനെ വെറുപ്പിച്ച് ഒറ്റപ്പെട്ട ആളുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല. ബിഗ് ബോസ് പോലൊരു ലോകത്തിന്റെ അകത്ത് അതത്ര എളുപ്പത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അങ്ങനെ ഒരാളെ കിട്ടുക എന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. കോംബോകൾ ഇറക്കി വെറുപ്പിക്കുന്നവരുടെ കൂട്ടത്തില് ജാനുവിന്റെ ജിൻഡോ ചേട്ട എന്നുള്ള ആ വിളിയില് വല്ലാത്തൊരു ആത്മാർത്ഥതയും സ്നേഹവും ഞാൻ കണ്ടിരുന്നു. വെറും ഫുട്ടേജിന് വേണ്ടി അവർ കാണിച്ചു കൂട്ടിയത് ഒന്നുമല്ല അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ്. ഇത് എനിക്ക് മാത്രം തോന്നിയതാണോ എന്നും അറിയില്ല. സിഗരറ്റ് റൂമിൽ ഇവരുടെ രണ്ടുപേരുടെയും പെട്ടെന്ന് പിടിതരാത്ത രീതിയിലുള്ള ചർച്ചകൾ വരെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ട് ലൈവില്. ഗെയിമർ എന്ന നിലയിൽ ജാൻമണിയെ നമ്മൾ ഡാഗിനി എന്നും ദുർമന്ത്രവാദി എന്നും ഒക്കെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ ജിൻഡോയോടുള്ള ജാൻമണിയുടെ അപ്രോച്ചില് എനിക്ക് വളരെയധികം എന്താ പറയാ വല്ലാത്തൊരു കണക്ഷൻ ഫീൽ ചെയ്തു. ഫുട്ടേജിന് വേണ്ടി ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചൊരു കോംബോ ഒന്നും അല്ല ജിൻജാൻ കോംബോ. അതൊരു ആത്മബന്ധമാണ്. ജിൻഡോ ഹൃദയം വിങ്ങിപ്പൊട്ടി കരയുന്നത് കണ്ടപ്പോൾ പോലും എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നി. ജാൻമണി ലാലാട്ടിന്റെ അടുത്ത് പറയുന്നുണ്ട് സെൻഡ് മീ ബാക്ക് എന്ന് പറയുന്നുണ്ട്. അവരവരുടെ ലൈഫിൽ നേരിട്ട ഒറ്റപ്പെടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിൽ ഒറ്റപ്പെട്ട ഒരാളാണ് ജാൻമണി. അപ്പോൾ ആ രീതിയിൽ ഒരു ഫാമിലിനെയും കൂടെയാണ് ജാൻമണിക്ക് അതിൻ്റെ അകത്ത് വന്നപ്പോൾ കിട്ടിയത്. അപ്പം ജിൻഡോയുടെ കാര്യം ആരൊക്കെ വന്നാലും പോയാലും ജാനുമായിട്ടൊത്തുള്ള ആ ഒരു സൗഹൃദം തന്നെയായിരിക്കും ജിൻഡോ ഏറ്റവും അധികം ഈ സീസണിൽ ചെറിഷ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം. അതായിരുന്നു ജിൻജാൻ കോംബോയെ കുറിച്ച് നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.